بسم الله الرحمن الرحيم. الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو الرحيم الغفور. وقال الذين كفروا لا تأتينا الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين ليجزي الذين آمنوا وعملوا الصالحات أولئك لهم مغفرة ورزق كريم. والذين سعوا في آياتنا معاجزين أولئك لهم عذاب من رجز أليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1491 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബഇൻ്റെ പഠനം പൂർത്തിയായതിനെ തുടർന്നുള്ള ആദ്യ ദിവസ ചർച്ചയാണെന്ന്. ചർച്ചക്കാരൻ പങ്കെടുക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو الرحيم الغفور. وقال الذين كفروا لا تأتينا الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين ليجزي الذين آمنوا وعملوا الصالحات أولئك لهم مغفرة ورزق كريم. والذين سعوا في آياتنا معاجزين أولئك لهم عذاب من رجز أليم. സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് സബയിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സെഷനോടുകൂടി നമ്മൾ സൂറത്ത് സബയിന്റെ പഠനം പൂർത്തിയാക്കുകയുണ്ടായി. 54 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച സൂറത്ത് സബയിന്റെ മുഴുവൻ ആയത്തുകളും നമ്മൾ വിശദമായിട്ട് പഠന വിധേയമാക്കി കഴിഞ്ഞു. അതിനെ തുടർന്ന് പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ പാർട്ടിസിപ്പൻസിൽ പലരും ഉന്നയിച്ചിരുന്ന ചോദ്യങ്ങൾ, അവയെ പരാമർശിച്ചുകൊണ്ടാണ് ഇന്ന് ചർച്ചകൾ നടക്കാനിരിക്കുന്നത്. ഞാൻ ആ പ്രക്രിയയിലേക്ക് നീങ്ങുകയാണ്. ഒന്നാമതായി ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം താലിബാൻ ഭരണകൂടം നടപ്പിലാക്കിയ ഒരു പരിഷ്കാരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. ഞാനത് വായിക്കാം. This also comes as the Taliban has prohibited the construction of new residential buildings with windows that overlook areas where women might be seen sitting or standing. Taliban officials also said existing windows with such
views should be blocked. Afghan women face near total social, economic and political exclusion. എന്നൊരു കൊട്ടേഷനാണ് അദ്ദേഹം ഒരു മീഡിയ സോഴ്സിൽ നിന്ന് പകർത്തി ഇങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റ് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായ പല സംഗതികളും നടപ്പിലാക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെട്ടിടങ്ങളുടെ ജനലുകൾ താമസിക്കാനുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്സിന്റെ ജനലുകൾ അത് പരസ്പരം കാണാനിടയുള്ള ഉയരത്തിലാണെങ്കിൽ അത് നീക്കം ചെയ്യാൻ അല്ലെ ബ്ലോക്ക് ചെയ്യാൻ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് അങ്ങനെ സാധ്യതയുള്ള വിധത്തിൽ അനുമതി നൽകാതിരിക്കാനൊക്കെയാണ് അവരുടെ തീരുമാനം. അത് പറഞ്ഞുകൊണ്ട് അഫ്ഗാൻ ഗവൺമെന്റ് സ്ത്രീകളെ സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടും ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന പൊതു ഇടങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ നേരിടുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അത് ഒരു പക്ഷെ അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ഈ കാര്യം പകർത്തി ഈ ഒരു ചോദ്യരൂപേണ വിട്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് ഇസ്ലാമിക മൗലികതയിൽ നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനം പുനരാവിഷ്കരിക്കുന്ന ഒരു ഭരണകൂടമാണ്. വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഭൂപ്രദേശം അല്ലെങ്കിൽ പിന്നിട്ട ഏതാനും ദശകങ്ങൾ തന്നെ അഫ്ഗാനിസ്ഥാൻ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ്. പാശ്ചാത്യ ശക്തികൾ അത് ക്യാപിറ്റലിസ്റ്റ് ചേരിയിലുള്ള അമേരിക്കൻ സൈനിക സംവിധാനങ്ങളോട് കൂടിയുള്ള സംഗതിയായാലും അതുപോലെ റഷ്യ നേരത്തെ നടത്തിയിരുന്ന ഇടപെടൽ പോലെയുള്ള സംഗതിയായാലും അഫ്ഗാനിസ്ഥാൻ പല നിലക്കും നയതന്ത്ര പ്രാധാന്യമുള്ള ഒരു ഭൂപ്രദേശമായതുകൊണ്ട് ഈ രണ്ട് ലോകശക്തികളും പല ഘട്ടങ്ങളിൽ അഫ്ഗാനിസ്ഥാനെ നിയന്ത്രിക്കാനും വരുതിയിൽ കൊണ്ടുവരാനൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടു കൂട്ടരും വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പരാജിതരായി എളുപ്പരായിട്ടാണ് അവിടുന്ന് പോകേണ്ടി വന്നിട്ടുള്ളത്. അത് സോവിയറ്റ് റഷ്യ ആയാലും അമേരിക്ക ആയാലും രണ്ടു കൂട്ടർക്കും വളരെ വലിയ പരാജയം ആണ് അഫ്ഗാന്റെ മണ്ണിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോ രണ്ടു കൂട്ടരും പൂർണ്ണമായി അകറ്റി നിർത്തപ്പെട്ട വിധത്തിൽ തന്നെ വളരെ ദരിദ്രമായ വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് പിച്ചുവെച്ച് എണീറ്റ് നിൽക്കാൻ പോലും സാധിക്കുന്ന ഒരു സാധ്യത ഇല്ലാത്തൊരവസ്ഥയിലാണ് അഫ്ഗാനിസ്ഥാൻ ഒരു രാഷ്ട്രം എന്നുള്ള നിലക്ക് ഉള്ളത്. അപ്പോ ഈ രാഷ്ട്രത്തെ പുനരാവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി താലിബാൻ ഭരണകൂടം പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും ഇസ്ലാം വിരുദ്ധമായ ഒരു ആംഗിളിലാണ്. കെട്ടിടങ്ങൾക്ക് പ്രത്യേകിച്ച് താമസിക്കാനുള്ള കെട്ടിടങ്ങൾക്ക് ആണുങ്ങൾ മാത്രമായിട്ടോ പെണ്ണുങ്ങൾ മാത്രമായിട്ടോ താമസിക്കുന്ന കെട്ടിടങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. വീടുകള് പോലെയുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റുകള് അപ്പാർട്ട്മെന്റ്സ് ഒക്കെ പോലെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ കാര്യമാണല്ലോ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒരു മിക്കവാറും കേസസിലൊക്കെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അതിനുവേണ്ടിയാണല്ലോ വീടുകളോ കെട്ടിടങ്ങളോ ഒക്കെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്നത്. അപ്പോ അതിന്റെ ജനലുകൾക്ക് പരസ്പരം കാണാനിടയാവുന്ന ദൃഷ്ടിയിടയാൻ സാധ്യതയുള്ള ആ ഉയരത്തില് ജനലുകൾ വെക്കുന്നത് അവസാനിപ്പിച്ച് ഉയർത്തി വെക്കണം എന്നതാണ് ഇവിടെ നിർദ്ദേശമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നതെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് അഫ്ഗാനിലെ പെണ്ണുങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. കെട്ടിടങ്ങൾക്ക് വിൻഡോസ് വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ ഉയർത്തി വെക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വീടുകളുടെ അല്ലെങ്കിൽ താമസ സ്ഥലങ്ങളുടെ പ്രൈവസി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അവിടെ വെന്റിലേഷൻ നൽകാതെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്നത് തീർത്തും വ്യാജമായ ഒരു വാർത്ത സൃഷ്ടിച്ചതാണ്.
കാരണം ഒരിക്കലും തന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ജനലുണ്ടാവില്ല. പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് താമസിക്കുന്ന ഭവനങ്ങൾക്ക് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പേർപ്പസിനുള്ള കെട്ടിടങ്ങളിലാണ് ഈ വിഷയം വരിക. അല്ലാതെ സ്ത്രീകൾ മാത്രമായിട്ട് താമസിക്കുന്ന അങ്ങനത്തെ വല്ല ഗോഡൌൺ പോലെയുള്ള സ്ത്രീകളെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന കെട്ടിടങ്ങളൊന്നും ലോകത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നല്ല, ലോകത്ത് എവിടെയില്ല. അപ്പം ജനലുകളുടെ ഈ കെട്ടിട നിർമ്മാണത്തില് പാലിക്കേണ്ട ചില മര്യാദകൾ അഫ്ഗാൻ ഭരണകൂടം നടപ്പിലാക്കിയിട്ടുണ്ടാകും. അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് ഇസ്ലാം സ്ത്രീ വിരുദ്ധതയുടെ മതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പടിഞ്ഞാറൻ മാധ്യമങ്ങള് ഇങ്ങനെ വളരെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു വിടുന്നുണ്ടാവും എന്നതല്ലാതെ ഇപ്പോ ഈ ജനലുകൾക്ക് ബ്ലൈൻഡ്സ് ഉണ്ടാവുക എന്നുള്ളത് ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല, ലോകത്ത് മിക്കവാറും എല്ലാ കൾച്ചേഴ്സിലും അത് ഉള്ളതല്ലേ. ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞാല് അകത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വിരിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഹാങ്ങിങ് കേർട്ടനോ അല്ലെങ്കിൽ ഇരുവശങ്ങളിലേക്കും നീക്കാൻ പറ്റുന്ന കേർട്ടനോ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങള് ഒക്കെ ജനലുകൾക്ക് പണ്ട് ഒരുപാട് കാലമായിട്ട് പൊതുവെ പരിഷ്കൃത സമൂഹങ്ങളിൽ എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോ ഇത് ഒരു പക്ഷേ കെട്ടിട നിർമ്മാണത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകള് അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം നടപ്പിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതൊരിക്കലും തന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു വിഷയമല്ല, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. അത് സൂക്ഷ്മമായിട്ട് അതിന്റെ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റോ അതിന്റെ ആർക്കിടെക്ചറൽ ആസ്പെക്റ്റോ ഒക്കെ തന്നെ പഠന വിധേയമാക്കിക്കൊണ്ടുള്ള നിർദ്ദേശമാവാൻ മാത്രമേ സാധ്യതയുള്ളൂ. അല്ലാതെ ഇസ്ലാം വെന്റിലേഷൻ കിട്ടുന്ന സംവിധാനം കെട്ടിട നിർമ്മാണത്തിന് പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ല. അത് ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്ന വിധത്തില് ഉള്ളതാണ്. അവിടുത്തെ കെട്ടിടങ്ങളുടെ ക്ലോസ്നെസ് അങ്ങനെയാണ്, അല്ലെങ്കിൽ വഴിയോരങ്ങളോട് വളരെ ചേർന്നുള്ള കെട്ടിടങ്ങളാണ് എങ്കിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ ജനലുകളുടെ ഉയരത്തിനേക്കാളൊക്കെ ഒരല്പം ഉയർത്തി വെക്കുന്നത് ഗുണകരമായിരിക്കും. നമ്മുടെ നാട്ടില് അടുത്തടുത്ത് താമസിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ വഴിയോട് തെരുവിനോടോ റോഡിനോടൊക്കെ ചേർന്നുള്ള സംവിധാനങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള മുൻകരുതലുകൾ ചെയ്യുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഈ അങ്ങാടിയുടെ നടുക്കൊക്കെയുള്ള ചെറിയ വീടുകളൊക്കെ ആണെങ്കിൽ അവര് ജനലൊരിക്കൽ പോലും തുറക്കുന്നത് കാണാറില്ല. പൂർണ്ണമായിട്ട് ഷട്ട് ഔട്ട് ചെയ്യുന്ന വിധത്തില് കർട്ടനോ അതുപോലെ ബ്ലൈൻഡ്സ് ഒക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ആണ് ആളുകൾ താമസിക്കുന്നത്. പലപ്പോഴും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെ ഓരോ സമൂഹത്തിന്റെയും ഓരോ സാഹചര്യവും ചുറ്റുപാടും ഒക്കെ അനുസരിച്ചുള്ള നടപടികളാണ്. ചില പരിഷ്കരണങ്ങൾ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ടാവും. അത് പാലിക്കപ്പെടേണ്ട ഇസ്ലാമിക മര്യാദകൾ ജനങ്ങൾക്കിടയിൽ ഒരു സംസ്കാരമായിട്ട് തന്നെ പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമാവും. പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെ ഇത്തരം സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരണങ്ങള് അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പർവ്വതീകരിച്ച് പെരുപ്പിച്ച് കാണിച്ച് ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആവാൻ സാധ്യതയുള്ളൂ. ഇത് ആണിനെ മാത്രം പെണ്ണിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുകൂടി മനസ്സിലാക്കുക. മറ്റൊന്ന്, അള്ളാഹുവിൽ എല്ലാവരും വിശ്വസിക്കണമെന്ന് അള്ളാഹുവിന് ഇത്രയും നിർബന്ധമുണ്ടായിരുന്നുവെങ്കിൽ സർവശക്തനായ അള്ളാഹു മനുഷ്യനെ അങ്ങനെയുള്ള ഒരു വിശ്വാസം സഹിതം സൃഷ്ടിച്ചേനും. അങ്ങനെ അള്ളാഹു ചെയ്തില്ല. അതിന്റെ അർത്ഥം വ്യക്തമായും ഇത്തരം ഭീഷണികൾ അള്ളാഹുവിന്റെ അല്ല എന്നല്ലേ എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞ പാരത്രിക ലോകത്തെ ശിക്ഷയെക്കുറിച്ച് ഭൂമുഖത്ത് തന്നെ ധിക്കാരികളും നിഷേധികളും നേരിടേണ്ടി വരുന്ന തിരിച്ചടിയെ കുറിച്ച് ഒക്കെ പരാമർശിക്കപ്പെട്ട ആയത്തുകളെ മുൻനിർത്തിക്കൊണ്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. അള്ളാഹുവിന് എല്ലാവരും വിശ്വസിക്കണമെന്ന് ഇത്രയും നിർബന്ധമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നു. ഇത് ഈ പ്രയോഗം ഈ വിവരണമൊക്കെ തന്നെ വളരെ അനഭിമതമായ അല്ലെങ്കിൽ ഒട്ടും തന്നെ ആദരവോ ബഹുമാനോ അടങ്ങിയിട്ടില്ലാത്ത ഒരു ശൈലിയിലാണ്. അള്ളാഹുവിന് ഭയങ്കര നിർബന്ധമാണ്, അള്ളാഹ് എന്തോ മനുഷ്യനെ പോലെ അങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാശി കാണിക്കുകയാണ് എന്നൊക്കെയുള്ള വിധത്തിലാണല്ലോ അതിന്റെ സ്വരം. അപ്പോ പക്ഷെ അള്ളാഹു മനുഷ്യനെ പ്രകൃതിയാ തന്നെ സൃഷ്ടിപ്പിൽ തന്നെ വിശ്വാസം
ഉള്ള വിധത്തില് അല്ല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒരു പ്രകൃതം ജന്മനാ തന്നെ എല്ലാവർക്കും നൽകിയിട്ടില്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോ അതുകൊണ്ട് ഇത്തരം ഭീഷണികള്, ശിക്ഷയെക്കുറിച്ചും പാരത്രിക ലോകത്തെ വിചാരണയെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള ഭീഷണികള് വ്യക്തമായും മറ്റേതോ സ്രോതസ്സിന്ന് ഉള്ളതാണ്, അള്ളാഹുവിൻ്റെതാവാൻ സാധ്യതയില്ല എന്നതാണ് ഇയാൾ പറയുന്ന കാര്യം. അതില് മനസ്സിലാക്കേണ്ട കാര്യം, ഇയാൾ രണ്ട് എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. ഒന്ന്, അള്ളാഹു തന്നെ സൃഷ്ടിപ്പില് മനുഷ്യനെ വിശ്വാസികളാക്കിക്കൊണ്ടങ്ങ് സൃഷ്ടിക്കുക എന്നുള്ള ഒരു സാധ്യത. മറ്റൊരു സാധ്യത, ഒരു വിശ്വാസവും സ്വീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന മനുഷ്യന്റെ പ്രകൃതം. ഇത് മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് സാധ്യതകളാണ് നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയല്ല. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ബുദ്ധിയും കഴിവും തിരിച്ചറിയാനുള്ള മനുഷ്യന്റെ പ്രാപ്തിയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സത്യം കണ്ടെത്തി സ്വമേധയ അത് ഫോളോ ചെയ്യുന്ന സാധ്യതയുള്ള വിധത്തിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു ഉദാഹരണം മാത്രം നോക്കുക. ചന്തയിൽ പോയിട്ട് നിങ്ങൾ തക്കാളി വാങ്ങുമ്പോൾ പശു പുല്ല് തിന്നുന്ന പോലെ ഒരറ്റത്തുനിന്ന് അങ്ങനെ ഒന്നാകെ മേഞ്ഞ് അങ്ങ് കാർന്ന് തിന്ന് തീർത്തിട്ട് ഇങ്ങനെ നീങ്ങുന്ന ഒരു രീതിയിലല്ല നമ്മൾ തക്കാളി വാങ്ങാറുള്ളത്. എങ്ങനെയാണ് നമ്മൾ വാങ്ങാറുള്ളത്? അങ്ങാടിയിൽ പോയിട്ട് ബുദ്ധിയുള്ള മനുഷ്യരൊക്കെ തന്നെ തക്കാളിയോ പച്ചക്കറിയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോ എവിടെയാണ് നല്ല പച്ചക്കറി ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കും. എന്നിട്ട് വില പാകമുള്ളത് എവിടെയാണെന്ന് നോക്കും, ക്വാളിറ്റി ഉള്ള സാധനം എവിടെയാണെന്നുള്ളത് നോക്കും. എന്നിട്ട് കൂട്ടത്തില് നമുക്ക് ക്വാളിറ്റിയും വിലയും നമുക്ക് യോജിക്കുന്ന വിധത്തിലുള്ളതാണെങ്കിൽ അത് ന്യായമായ വില കൊടുത്ത് വാങ്ങിയിട്ട് പോരും. ഇതാണ് നമ്മൾ ചെയ്യുക. ഇതില് രണ്ട് സാധ്യത മനുഷ്യന് വേണമെങ്കിൽ സങ്കല്പിച്ചൂടെ? അവിടെ കാണുന്നതൊക്കെ അങ്ങനെ അതേപടി വാങ്ങുക എന്നുള്ളതും പൂർണ്ണമായി കണ്ണടച്ചുകൊണ്ട് അത് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ വാങ്ങാതിരിക്കുക എന്നുള്ള ഈ എക്സ്ട്രീംസിനല്ലല്ലോ മനുഷ്യന് ഉള്ളത്. മനുഷ്യന് അതിനിടയ്ക്ക് ഒരു പൊസിഷനാണ് ഉള്ളത്. പോയി കാര്യങ്ങളെ നിരീക്ഷിച്ച് വിലയിരുത്തി ശരിയായത് ഏതാണെന്ന് തീരുമാനിച്ച് അത് ചെയ്യാണ് ചെയ്യുക. ഇതേ വിധത്തിൽ തന്നെയാണ് മനുഷ്യന്റെ വിശ്വാസപരമായ കാര്യമുള്ളത്. അത് പ്രോഗ്രാം ചെയ്ത് അങ്ങ് വിടുകയല്ല. പ്രോഗ്രാം ചെയ്ത് വിട്ടാൽ ഇവിടെ വരുമ്പോ എല്ലാവരും വിശ്വാസികളായിട്ടാണ് ഉണ്ടാവുക. പശു പോലെ, ആട് പോലെ. ആടും പശുവും അതുപോലെ എരുമയും ഒക്കെ തന്നെ വിശ്വാസികളാണല്ലോ. അടിസ്ഥാനപരമായി അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു ക്രമം അനുസരിച്ച് മാത്രം ജീവിക്കാൻ കഴിയുന്നവരാണ്. അവര് പ്രോഗ്രാംഡ് ആണ്. 100% പ്രോഗ്രാം ചെയ്യപ്പെട്ട കൂട്ടരാണ് അവർ. അതേപോലെ അത് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ ഒരു സാധ്യതയാണ്, 100% പ്രോഗ്രാം ചെയ്തുകൊണ്ട് വിടുക എന്നുള്ളത്. മറ്റൊന്ന്, ചില കാര്യങ്ങളിൽ ഫ്രീഡം കൊടുത്തുകൊണ്ട് ഉള്ള പ്രോഗ്രാമിംഗ് നടത്തി പറഞ്ഞേക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ കാര്യത്തിൽ ഫോളോ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതാണ്. അതിന് ദൈവവിശ്വാസവും അതുപോലെ മതം പോലെയുള്ള കാര്യങ്ങളും ഒന്നും പരിഗണിക്കണം എന്നില്ല. നിങ്ങൾ തക്കാളി വാങ്ങുന്ന കാര്യം മാത്രം പരിഗണിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അല്ലെ വീടുണ്ടാക്കുന്ന കാര്യം പരിഗണിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് തേനീച്ച കൂടുണ്ടാക്കണ പോലെയല്ല മനുഷ്യർ വീടുണ്ടാക്കണമെന്ന് വരുന്നത്? തേനീച്ചകൾ എവിടെ എപ്പോ വീടുണ്ടാക്കുകയാണെങ്കിലും ഒരേ രൂപത്തിലാണ് വീടുണ്ടാക്കുക. അവിടെ ഉള്ള സ്ഥലപരിമിതിയൊക്കെ മാത്രമേ അതിലൊരു വിഷയമാവാറുള്ളൂ. പക്ഷെ മനുഷ്യൻ വീടുണ്ടാക്കണ അങ്ങനെയാണോ? മനുഷ്യൻ എന്തെല്ലാം വൈവിധ്യമുള്ള സാധ്യതകള് ഭവന നിർമ്മാണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവന്റെ ഇമാജിനേഷന്റെ, ഭാവനയുടെ, ആർക്കിടെക്ചറൽ ഇമാജിനേഷന്റെ ഏറ്റവും വൈവിധ്യമുള്ള തലങ്ങൾ കാണാൻ കഴിയും. മനുഷ്യര് ഓരോരുത്തരും വീടുണ്ടാക്കുന്ന അതിനുവേണ്ടി അവന് സ്വീകരിക്കുന്ന പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അതിനർത്ഥം വളരെ മെക്കാനിക്കൽ ആയിട്ട് ഒരു സംഗതി നിർവഹിച്ച് അങ്ങയിൽ താമസിക്കുക എന്ന ഒരു രീതിയല്ല മനുഷ്യൻ്റെത്. മനുഷ്യന് ആലോചിച്ചും ചിന്തിച്ചും ഭാവനയിൽ കണ്ടും ഇടപെട്ടും ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് മനുഷ്യന്റെ രൂപകൽപ്പന. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് മനുഷ്യൻ എങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നതെന്ന്? അതുകൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങളിൽ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനും തീരുമാനിക്കാനും
ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അതില് വ്യാജമായിട്ട് ആരും ആരോപിച്ച ഒന്നുമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ കണ്ണു തുറന്ന് ഒരു തീരുമാനം എടുക്കാൻ, വിലയിരുത്തിക്കൊണ്ട് ഒരു ഡിസിഷനിലേക്ക് വരാൻ ശ്രമിക്കുന്ന പരിപാടി അങ്ങ് അവസാനിപ്പിച്ചേക്കും. നിങ്ങൾ കന്നുകാലികളെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഇതര ജീവജാലങ്ങളെ പോലെയോ ഒരു പ്രകൃതി വാസന മാത്രം വെച്ചുകൊണ്ട് അങ്ങനെ നീങ്ങിയാൽ മതി. വളരെ ആന്തരികമായിട്ട് എല്ലാ പശുക്കളും ഒരേ രീതിയിൽ പോകുന്ന പോലെ നിങ്ങളും ഒരുപോലെ പോകും. പക്ഷെ മനുഷ്യനെ അല്ലാഹ് സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയല്ല, നിങ്ങൾ കരുതുന്ന പോലെ അല്ല എന്നുള്ളത് ഞാന് ഈ ദൈവികമോ മതപരമോ ആയ കാര്യങ്ങൾ പറയാതെ തന്നെ മറ്റു കാര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ നോക്കൂ. വസ്ത്രനിർമ്മാണം, അതില് എന്തെല്ലാം മനുഷ്യന്റെ ചോയ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനുഷ്യന് അങ്ങനെ ഒരു ചോയ്സ് ഇല്ലാത്ത പ്രകൃതമാണ് നൽകേണ്ടിയിരുന്നത്, അതല്ല നൽകിയത് എന്ന് പറയുമ്പോ മനുഷ്യന്റെ മേൽ ഒരു നിയന്ത്രണവും ഇല്ല, ഒരു നിയന്ത്രണവും വേണ്ടതില്ല എന്നല്ല. മനുഷ്യൻ അനുഭവത്തിലൂടെ തന്നെ പഠിക്കും. ഒരു നിയന്ത്രണവും ഇല്ലാത്ത സ്വാതന്ത്ര്യം മനുഷ്യൻ അനുഭവിക്കുമ്പോൾ പല ദുരന്തങ്ങളിലും ചെന്ന് ചാടും. അത് കെട്ടിട നിർമ്മാണത്തിലാണെങ്കിലും വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവൻ വലിയ പ്രതിസന്ധിയിൽ ചെന്ന് ചാടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ മനുഷ്യന് ആ അടിസ്ഥാനപരമായി നൽകപ്പെട്ട സ്വാതന്ത്ര്യം ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തില് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഇല്ലാത്ത വിധത്തില് അങ്ങനെ കയറൂരി വിട്ട ഒരു സ്വാതന്ത്ര്യമാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു ധാരണ മാത്രമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു തക്കാളി വാങ്ങുമ്പോൾ പോലും ചില രീതികള് സ്വീകരിക്കുന്നതിന്റെ കാരണം അങ്ങനെ നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തുന്ന ഒരു ആളല്ല എന്നതുകൊണ്ടാണ്. ഈ ഒരു കാര്യം നിങ്ങൾ വിശ്വാസ കാര്യത്തില് ദൈവം എന്ന ആശയം ഉൾക്കൊള്ളുന്ന കാര്യത്തിലൊക്കെ അങ്ങ് സ്വീകരിച്ചാൽ മതി. വേറെ ഒന്നും കൂടുതലായിട്ട് ആവശ്യമില്ല. ആ ചോദ്യം അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന് ഇദ്ദേഹം തന്നെ ഉന്നയിച്ച ഒരു ചോദ്യമാണ്, ഇല്ലാത്ത ആകാശത്തെ അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നു എന്ന ആയത്ത് വായിച്ചു. ഇത് സത്യത്തിന് നിരക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി ഇസ്ലാം ഉപേക്ഷിച്ചവരും ധാരാളം ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനോട് അനുബന്ധമായിട്ട് അദ്ദേഹം പറയുന്ന വേറെ ഒരു കാര്യം, അള്ളാഹു ആകാശത്തെ അദൃശ്യമായ തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു വിധാനമായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ അള്ളാഹുവിനെ വിമർശിക്കാനും അള്ളാഹുവിന്റെ വിശ്വാസ്യത സംശയിക്കാനും ഇടയാക്കുന്നില്ലേ എന്നാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോ ആകാശങ്ങളുടെ നിർമ്മിതിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകള് ആ ആശയം വിവർത്തനം ചെയ്യുന്ന ഘട്ടത്തില് അവര് സ്വീകരിച്ച ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിന് അടിസ്ഥാനമാകുന്ന വിധത്തില് മാറിയിട്ടുണ്ടാവാനിടയുള്ളത്. ഒരു 1-2 ആയത്തുകളിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശകലം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്ന് കേട്ടു നോക്കൂ. ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകൾ കൂടാതെ എന്നാണ് അതിന്റെ അർത്ഥം. ബിഗൈരി അമദിൻ, തൂണുകൾ കൂടാതെ, തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളില്ലാതെയാണ് അല്ലാഹ് ആകാശത്തെ സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. അദൃശ്യമായ തൂണുകൾ ഉള്ള വിധത്തിൽ എന്നല്ല. അദൃശ്യമായ തൂണുകൾ എന്ന് പറഞ്ഞാൽ തൂണുകൾ അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണുന്നില്ല എന്നതാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളില്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ പ്രത്യക്ഷത്തിൽ തൂണുകളൊന്നും കാണുന്നില്ല എന്ന നിലക്ക് എന്നാണ്. അതിനർത്ഥം നിങ്ങൾ കാണാത്ത തൂണുകൾ അവിടെ ഉണ്ട് എന്നല്ല. തൂണുകൾ തന്നെ ഇല്ലാതെയും ആകാശത്തെ ഉയർത്തി നിർത്താനുള്ള എന്തോ ഒരു സംവിധാനം അവന് സ്വീകരിച്ചിരിക്കുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. അദൃശ്യമായ തൂണുകൾ അവിടെ ഉണ്ട് എന്നല്ല. തൂണുകൾ സ്വാഭാവികമായിട്ടും ഒരു റൂഫിംഗ് രീതിയിൽ ഒരു സംഗതി ഉയർത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന ഒരു തൂണുകളുടെ ഒരു സംവിധാനം ആവശ്യമുണ്ട് എന്നുള്ളതാണ് മനുഷ്യന്റെ ബോധ്യം. സ്വാഭാവികമായിട്ടും തൂണുകൾ കാണാതെ ആകാശം ഉയർന്നു നിൽക്കുമ്പോൾ മനുഷ്യൻ ആലോചിക്കുക എന്താണ്?
ഇതിന്റെ തൂണുകൾ എവിടെ പോയി, തൂണുകൾ വേണ്ട ശരിക്ക്. അപ്പോ മനുഷ്യന്റെ ഒരു ധാരണ ഉണ്ടാവുക ഇത് തൂണുകൾ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റാത്തതാണ് എന്നാണ്. അപ്പൊ അങ്ങനെയല്ല അള്ളാഹുവിന്റെ പ്രയോഗം. ബി ഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളൊന്നും കൂടാതെ എന്നാണ്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ അവിടെ ഉണ്ട് എന്നല്ല. തൂണുകൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാൻ മറ്റെന്തോ ഒരു സംവിധാനം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നേ ഭാഷാപരമായി തന്നെ അതിനർത്ഥമുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? തൂണുകളായിരിക്കണം എന്നില്ല ഈ ഉയർത്തി നിർത്തുന്ന എല്ലാ സന്ദർഭത്തിലും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഹൈഡ്രജൻ നിറച്ച ബലൂൺ, അത് ഉയർന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? തൂണുകൾ ഉണ്ടായിട്ടാണോ? അദൃശ്യമായ തൂണുകൾ ഉള്ളത് കൊണ്ടല്ല, കാണാൻ കഴിയാത്ത തൂണുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല. വേറൊരു നിലക്ക് ഹൈഡ്രജന്റെ ഒരു പ്രത്യേകത എന്നുള്ള നിലക്ക് അത് ഉയർന്നു നിൽക്കുക, അതിന്റെ മർദ്ദം സംബന്ധമായ ഒരു പ്രത്യേകത കാരണമായിട്ട് ഹൈഡ്രജൻ ഫില്ല് ചെയ്ത ഒരു ബാള് അല്ലെങ്കിൽ ഒരു ബലൂൺ ഒക്കെ ഉയർന്ന് പൊങ്ങി നിൽക്കും എന്നതാണ് അതിന്റെ സ്വാഭാവികത. അവിടെ തൂണ് ആവശ്യമില്ല അതിന്. ഇതേപോലെയുള്ള മർദ്ദം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള സംവിധാനം ഈ പ്രപഞ്ച സൃഷ്ടിപ്പില് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ ഈ കാലഘട്ടത്തിൽ യാതൊരു പ്രയാസവും. അങ്ങനെയാകുമ്പോ ഖുർആൻ പറഞ്ഞത് കാലഹരണപ്പെട്ടു പോയില്ലേ എന്നൊരാലോചനയാണ് ആർക്കെങ്കിലും ഉള്ളതെങ്കിൽ ആ ആയത്തൊന്നും കൂടി അങ്ങ് വായിച്ചു നോക്കൂ. ബി ഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തൂണുകളൊന്നും കൂടാതെ എന്നാണ്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ അവിടെ ഉണ്ട് എന്നല്ല, തൂണുകൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാൻ വേറെന്തോ ഒരു സംവിധാനം അള്ളാഹു ചെയ്തിട്ടുണ്ടാവാൻ ഇടയുണ്ട് എന്നേ നമുക്കതില് ഭാഷാപരമായി തന്നെ സജസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇതേ രീതിയിലാണ് മറ്റിടത്ത് സൂറത്തുർ റഅദില് അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ എന്നല്ലാഹു പറയുന്നു. പലപ്പോഴും വിവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് കൃത്യത കൈവരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവര് അദൃശ്യമായ തൂണുകളോടെ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അദൃശ്യമായ തൂണുകളോടെ എന്നതല്ല, തൂണുകൾ ഇല്ലാതെ ആണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളൊന്നുമില്ല. അപ്പൊ തൂണുകളുടെ ദൗത്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ ചെയ്യുന്ന വേറെന്തോ ഒരു സംവിധാനം, അത്രേ ഭാഷാപരമായിട്ട് ഈ പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ളൂ. മനുഷ്യന്റെ എളുപ്പത്തിലുള്ള ഒരു വായനയില് അത് നമുക്ക് കാണാൻ കഴിയാത്ത തൂണാണ്, അപ്പം വേറെന്തോ നമുക്ക് തൂണുകളുണ്ട് ഏതോ വേറെ എന്തോ ഫോമിലുള്ളത് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പിഴവാണത്. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആനില് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ടാണ് ആകാശത്തിന് ഉയർത്തി നിർത്തിയിട്ടുള്ളത് എന്നല്ല പറഞ്ഞത്. തൂണുകൾ ഇല്ലാതെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള തൂണുകളൊന്നും ഇല്ലാതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കാര്യം വ്യക്തമാണല്ലോ. ഇനി മറ്റൊരു ചോദ്യം, ഇപ്പോൾ ഭൂമിയുടെ അതിർവരമ്പുകൾ മനുഷ്യർ ഭേദിച്ചു കഴിഞ്ഞല്ലോ. ബഹിരാകാശ യാത്രകൾ എത്രയോ ആണ് മനുഷ്യരിപ്പോ ചെയ്യുന്നത് എന്നതാണ് ചർച്ചയിൽ വന്നൊരു വിഷയം പരാമർശിച്ചുകൊണ്ടായിരിക്കണം ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് പോയിരിക്കുന്നു എന്നൊരു കാര്യം ഒരു വലിയൊരു സംഭവമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. മനുഷ്യന് അള്ളാഹു യാത്രക്ക്, അത് സ്പേഷ്യലായ യാത്രക്കൊക്കെ തന്നെയും ചില പരിമിതികളും നിയന്ത്രണങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് എന്നത് അവിടുന്ന് അങ്ങോട്ട് പോയിക്കൂടാ എന്നുള്ള നിലക്ക് ആണ് എന്നതാണ് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ അള്ളാഹു അവന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെയല്ല. ഒന്ന് കേട്ടു നോക്കൂ. സൂറത്തുർ റഹ്മാനിലെ 33-ാമത്തെ ആയത്തില് യാ മാഷറൽ ജിന്നി വല്ലിൻസ്, ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ഇനിസ്തതാഴത്തും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തംഫുദൂ മിൻ അഖ്താരി സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫംഫുദൂ, നിങ്ങൾ അതിർവരമ്പുകൾ ഭേദിച്ചൊന്ന് പോകൂ.
ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ഒരു സുൽത്താൻ, ഒരു അധികാരം അല്ലെങ്കിൽ ഒരു കരുത്തില്ലാതെ നിങ്ങൾക്ക് ഈ അതിർവരമ്പുകളെ ഭേദിച്ചു പോകാൻ സാധിക്കുകയില്ല എന്നാണ് സൂറത്തുർ റഹ്മാനിലെ 33-ാമത്തെ ആയത്തില്, 55-ാമത്തെ സൂറത്തിലെ 33-ാമത്തെ ആയത്തില് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ ആകാശഭൂമികളില് സ്വാഭാവികമായിട്ട് അള്ളാഹു വെച്ചിരിക്കുന്ന ചില അതിർവരമ്പുകളുണ്ട് മനുഷ്യന്, അതുപോലെ ജിന്നുകൾക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തില്. അത് അള്ളാഹു ഒരു പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് പോകാൻ പറ്റാത്തത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് പറ്റും. എപ്പോ? ലാ തൻഫുദൂന ഇല്ലാ ബി സുൽത്താൻ എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ടെങ്കിൽ, അതിനുള്ള അധികാരമുണ്ടെങ്കിൽ, അതിനുള്ള കരുത്ത് നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സാധിക്കും. സുൽത്താൻ ഇല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല എന്നാ പറയുന്നത്. ഈ സുൽത്താനാണ് മനുഷ്യര് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ശാസ്ത്ര പര്യവേഷണത്തിനൊക്കെ വേണ്ടി ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ പ്രയോജനപ്പെടുത്തുകയുണ്ടായത്. അപ്പൊ ആ സുൽത്താൻ, ആ കഴിവ് മനുഷ്യൻ ആർജിക്കുന്നതോടെ ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് നീങ്ങാൻ, സഞ്ചരിക്കാൻ മനുഷ്യന് സാധിക്കും എന്നാണ് അത് നൽകുന്ന സൂചന. ഖുർആൻ നൽകുന്ന സൂചന തന്നെ അതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പോവും. ഒരു കാര്യം എന്നിട്ട് പറഞ്ഞു തരികയാണ്, പക്ഷെ നിങ്ങൾക്ക് ഈ സുൽത്താൻ ഇല്ലാതെ പോകാൻ കഴിയില്ല കേട്ടോ എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ അതിലടങ്ങിയിട്ടുള്ള ഒരു ക്ലൂ എന്താണ്? ആ കരുത്ത്, ആ സുൽത്താൻ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നാണ്. വ്യക്തല്ലേ? അതിനാണ് അറബിയിൽ മഫ്ഹൂം മുഖാലഫ എന്ന് പറയുന്നത്. മുഖാലഫായിട്ട് ഉള്ള അർത്ഥസൂചന. അച്ഛൻ വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ വേറെ എവിടെ ഉണ്ട് എന്നല്ലേ അതിന്റെ ഒരു സൂചന. അതേപോലെ ഏത് സംഗതിക്കും ഒരു മറുവായന ഉണ്ടാവും, ഏത് പ്രസ്താവനക്കും. നിങ്ങൾക്ക് അധികാരമില്ലാതെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കരുത്തില്ലാതെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, കരുത്തുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണല്ലോ അതിന്റെ സൂചന. അത് ഏത് ഭാഷയിൽ പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ കരുത്ത് മനുഷ്യൻ നേടിക്കൊണ്ട് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തുകൊണ്ട് മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ കണ്ടെത്തി, അത് പ്രയോജനപ്പെടുത്തി. അതാണ് വസ്തുത. ഇത് ഖുർആൻ നേരത്തെ തന്നെ ഈ സാധ്യത നിങ്ങൾക്ക് സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോ കാര്യം വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മറ്റൊന്ന്, ഭൂമി ഇടിഞ്ഞു താഴുന്നതും മറ്റും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നു എന്നത് വിശ്വാസയോഗ്യമായതാണോ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം. ഇതില് ഭൂമി ഇടിഞ്ഞു താഴുന്നത് പലയിടത്തും അങ്ങനെ സിങ്കിങ് ഉണ്ടാവാറുണ്ടല്ലോ, ലാൻഡ് സ്ലൈഡ്, അതുപോലെ എന്താണ് അതിന് പറയാ, ഒരു മലയാളത്തില് ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ ഭൂമി ഇടിഞ്ഞു താഴുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നു എന്നത് വിശ്വാസയോഗ്യമായതാണോ എന്നതാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ ഭൂമി ഇടിഞ്ഞു വീഴുന്നത്, ഒരു ഭാഗത്തേക്ക് സിങ്ക് ചെയ്യുന്നത് തീരുമാനിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അത് അക്കാര്യം മാത്രം നോക്കാന് അതിന് ചുമതലയുള്ള വേറെ ആരെങ്കിലും ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതില് അടിസ്ഥാനപരമായി അടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നം, നിങ്ങൾക്ക് ഇത് അള്ളാഹു ചെയ്യുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നതാണോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അള്ളാഹു ഉണ്ട് എന്നത്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്ത്രകനും സംരക്ഷകനും ഒക്കെ ആയിട്ട് ഒരു റബ്ബുണ്ട് എന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് അതിന്റെ ഉത്തരം. പോസിറ്റീവാണ്. യെസ്, അത് അള്ളാഹു തന്നെയാണ് അത് സംബന്ധമായിട്ടുള്ള തീരുമാനം കൈകാര്യം ചെയ്യുന്നത് എന്നത് തന്നെയാണ് അതിന് ഉത്തരം. ഇനി അള്ളാഹുവിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈ ചോദ്യം തീർത്തും അപ്രസക്തല്ലേ? നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? എന്റെ സൃഷ്ടിപ്പില് എന്നെ സൃഷ്ടിച്ച ഒരു റബ്ബില്ല എന്നാണ് നിങ്ങൾക്ക് ബോധ്യമുള്ളതെങ്കിൽ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അള്ളാഹു എന്നൊരു അസ്തിത്വത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരം അതേ എന്നാണ്. അല്ല എങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ അപ്രസക്താണ്. ഏത് അള്ളാഹു? നിങ്ങൾ ആദ്യം അള്ളാഹ് ഉണ്ടോ എന്ന് തീരുമാനിക്കുക, എന്നിട്ടല്ലേ അള്ളാഹു ചായ കുടിക്കുകയോ ചോറ് തിന്നോ എന്നൊക്കെ ആലോചിക്കേണ്ടതുള്ളൂ. അപ്പൊ മറ്റൊരു ചോദ്യം,
സംഗീതം, ഈണവും താളവും ഒക്കെ ഉൾപ്പെടെ അള്ളാഹുവിന് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെന്നാണ് അല്ലോ പറയപ്പെടുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. സംഗീതം അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. മദ്യം അള്ളാഹുവിന് ഇഷ്ടാവില്ല എന്നും കൂടി പറയാമായിരുന്നു നിങ്ങൾക്ക്. കാരണം മദ്യം അള്ളാഹു വിലക്കിയിട്ടുണ്ടല്ലോ. അപ്പം അള്ളാന്റെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു മനുഷ്യനെ പോലെ മദ്യം ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു, സംഗീതം ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഇത് മനുഷ്യന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ചില വിധിവിലക്കുകളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് ഇതൊക്കെയും. മദ്യം അള്ളാന്റെ തന്നെ സൃഷ്ടിപ്പാണ്. അതുപോലെ സംഗീതം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അള്ളാഹു അതിനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് സംഗീതം ഉണ്ടാക്കാൻ പറ്റുക? അതിനുള്ള സാധ്യത ഭൂമുഖത്ത് അള്ളാഹു ചെയ്തു വെച്ചുകൊണ്ട് മാത്രമാണ് ഒരു പിയാനിസ്റ്റിന് പിയാനോ പ്ലേ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു തബലിസ്റ്റിന് തബല ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്, ഒരു ഹാർമോണിയം ഉപയോഗിക്കുന്ന ആൾക്ക് അത് പറ്റുന്നത്. അത് നമ്മള് ഈ പ്രപഞ്ച സംവിധാനത്തിൽ അള്ളാഹു ചെയ്തു വെച്ചതിന് ഒരു ക്രമീകരണം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സംഗീതം തന്നെ സൃഷ്ടിക്കുന്നത്. ഈ സംഗതി നിങ്ങൾക്ക് ചന്ദ്രനിൽ പോയിട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചെയ്തു നോക്ക്. അല്ലെ ചൊവ്വയിൽ പോയിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ബഹിരാകാശത്ത് പോയിട്ട് നിങ്ങൾക്ക് അവിടെ സംഗീതം ആലപിക്കാൻ പറ്റുമോ? എന്തേ, നിങ്ങൾ സംഗീത പ്രേമിയാണെങ്കിൽ അങ്ങ് ആലപിച്ചൂടെ? സാധിക്കുമോ? എന്തുകൊണ്ടാ സാധിക്കാത്തത്? അള്ളാഹു അവിടെ സംഗീതം ആലപിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ചെയ്തു വെച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അവിടെ വായു ഇല്ലാത്തടത്ത് അത് പ്രവർത്തനക്ഷമാവില്ല, അത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതാണ് അതിന്റെ രഹസ്യം. അപ്പൊ ഇത് അള്ളാഹു ചെയ്തു വെച്ച അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് അകത്തുള്ള ചില സാധ്യതകളാണ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെന്നൊന്നുമല്ല. പന്നിനോട് അള്ളാഹ്ക്ക് എന്ത് വിരോധമുള്ളത്? പന്നി കഴിക്കരുത് എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ള, പന്നിമാംസം കഴിക്കരുത് എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ള ഒരു വിധിവിലക്കിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശമാണ്. പന്നിയോട് അള്ളാഹുവിന് യാതൊരു വിരോധമില്ല. പന്നി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതിന്റെ രൂപപ്പെടുന്ന സമയം മുതൽ അത് മരിക്കുന്നത് വരെയുള്ള അതിന് വേണ്ട സകല സംവിധാനങ്ങളും, ശ്വസിക്കാനും വായുവോ ഭക്ഷിക്കാനുള്ള ഭക്ഷ്യപദാർത്ഥങ്ങള്, ഇതൊക്കെ കൊടുക്കുന്നത് അള്ളാഹുവാണ്. അതിന്റെ ശരീരത്തിലെ രക്തചംക്രമണത്തിനുള്ള സംവിധാനം ചെയ്തിട്ടുള്ളത് അള്ളാഹുവാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പന്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല സംഗതികളും അള്ളാഹു തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏർപ്പെടുത്തിയ ഒരു നിയന്ത്രണവും വിധിവിലക്കും വെച്ചുകൊണ്ട് പന്നിയെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, സംഗീതത്തെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമാണ് എന്നതാണ് ഞാൻ അത് സംബന്ധമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഖുർആനിലെ ചില ആയത്തുകളെങ്കിലും അബ്ദുല്ലാഹിബിനു എന്നാണ് സഊദ് ബിൻ അബി സുറഹ് എന്ന ആളുടെ നിർദ്ദേശം അനുസരിച്ച് നബി മാറ്റം വരുത്തിയതായി പറയപ്പെടുന്നുണ്ടല്ലോ എന്നാണ്. ഇത് ആദ്യം ഇത് പറയുന്ന ആളാരാണെന്നുള്ളത് കണ്ടുപിടിക്കും, എന്നിട്ട് അതിന്റെ സോഴ്സുമായിട്ട് വരും, എന്നിട്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാം. അങ്ങനെ പറയപ്പെടുന്നില്ല എന്ന് ഞാനങ്ങ് ഈ ഒരു പ്രസ്താവന ഇറക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഒരാൾ സജസ്റ്റ് ചെയ്തിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആയത്തുകളിൽ മാറ്റം വരുത്തി എന്നതിനുള്ള തെളിവുമായിട്ട് വരും, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. പിന്നെ ഒരു കാര്യം, മറ്റൊരു ചോദ്യം, ജിന്നുകൾക്ക് അദൃശ്യമായ കഴിവില്ല എന്നത് ജിന്നു മുജാഹിദുകൾക്ക് ഈ സൂറത്തിലൂടെ അറിയുകയില്ലേ എന്നാണ് ചോദ്യം. ജിന്നുകൾക്ക് അദൃശ്യമായ കഴിവുകളില്ല, ഗൈബ് അറിയുന്ന കഴിവില്ല എന്നത് ഈ ജിന്നു മുജാഹിദ് എന്ന വിധത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കൂട്ടര് ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പരിശോധിച്ചിട്ടില്ല. എനിക്കത് മനസ്സിലായിട്ടില്ല എന്താണ് അത് എന്നുള്ളത്. ചില ഏതോ ഒരു ഘട്ടത്തില് മുജാഹിദ് പ്രസ്ഥാനത്തില് ചിലര് ജിന്നുകൾ സംബന്ധമായ ഒരു സംസാരം സ്കോളർലി ആയിട്ട് അതിന്റെ പല ഗവേഷണ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു അഭിപ്രായ ഭിന്നത അങ്ങനെ പെരുകി അവര് ഒരു വിഘടിതരായി പല സംഘങ്ങളൊക്കെ ആയി മാറിയപ്പോ ഏതോ ഒരു വിഭാഗം ആ ഒരു കാര്യത്തില് ഓവർ എംഫസൈസ് ചെയ്യുന്ന പോലെ ഉള്ള
ചില സംസാരങ്ങളും തർക്കങ്ങളും ഒക്കെ ഉടലെടുത്തതായിരിക്കണം കാര്യം. എന്തായാലും ജിന്നുകൾക്ക് അദൃശ്യമായ കാര്യങ്ങള്, അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നൽകിയിട്ടുള്ള വ്യക്തമായ ഒരു കാര്യമാണ്. അത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് ഈ സൂറത്ത് സബയിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവര് അത് വീണ്ടും ആ ആയത്തുകളൊക്കെ വീണ്ടും ശ്രദ്ധാപൂർവം വായിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രം പറഞ്ഞ് സൂചിപ്പിക്കുകയാണ്. എനിക്ക് ഈ വിഭാഗം സ്പെസിഫിക് ആയിട്ട് ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എനിക്കത് അതിനുവേണ്ടി ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊന്ന് അബ്ദുറഹ്മാൻ ഒരു സുഹൃത്ത് അയച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ദാബത്തുൽ അർദ് ആണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ വടി തിന്നത് എന്ന് സൂചിപ്പിച്ചുവല്ലോ. അവസാന കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ദാബത്തുൽ അർദ് ഇത് തന്നെയാണോ എന്നതാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം. വളരെ പ്രസക്തമായ നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു ചോദ്യമാണിത്. വിശുദ്ധ ഖുർആനില് രണ്ടിടങ്ങളിലായിട്ട് രണ്ട് ചെറിയ വ്യത്യാസങ്ങളോട് ഉള്ള പരാമർശം കാണാം. ഒന്ന് ദാബത്തുൽ അർള് എന്നൊരു പ്രയോഗത്തിലാണ്, മറ്റൊന്ന് ദാബത്തും മിനൽ അർള് എന്ന വിധത്തിലുള്ള ഒരു പ്രയോഗമാണ്. അപ്പോ ഇവിടെ സൂറത്തു സബയില് നമ്മള് അല്ലെങ്കിൽ സൂറത്തു നംലില് നമ്മൾ കാണുന്ന ഈ രണ്ടായത്തുകൾ, ഒന്ന് സൂറത്ത് സബയിലാണ് നമ്മളിപ്പോ പഠനവിധേയമാക്കിയ ഭാഗത്ത് 14-ാമത്തെ ആയത്തില് ഇല്ലാ ദാബത്തും മിനല്ല ദാബത്തുൽ അർളി തഅകുലു മിൻ സഅതഹു എന്ന് പറയുന്നത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഊന്നുവടി തിന്ന ചെതലിനെ പരാമർശിക്കുന്ന ഒരു വിവരണമാണ് ദാബത്തുൽ അർളി. ദബ്ബ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇഴഞ്ഞു നീങ്ങുക എന്നാണ് അർത്ഥം. അരിച്ചരിച്ച് നീങ്ങുന്നതിനാണ് ദബ്ബ എന്ന് പറയാം. അപ്പോ ഭൂമിയിൽ നിന്ന് മണ്ണിൽ ഇങ്ങനെ അരിച്ചരിച്ച് നീങ്ങുന്ന ഒരു സൂക്ഷ്മജീവി എന്നതാണ് അതിന്റെ സൂചന. അപ്പൊ ഇവിടെ ചെതലാണ് ഈ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഊന്നുവടി തിന്ന് നശിപ്പിച്ചത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരം മറിഞ്ഞു വീഴുന്നത് എല്ലാവരും ശ്രദ്ധിക്കാനിടയായത് എന്നതാണല്ലോ വിഷയം. അപ്പൊ ഇവിടെ ദാബത്തുൽ അർള് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചെതലാണ് എന്നത് പൊതുവെ എല്ലാ മുഫസ്സിറുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സന്ദർഭം അത് സൂറത്തുൻ നംലിനാണ്. വൈദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബത്തം മിനൽ അർള്. അപ്പോ അന്ത്യനാളിന്റെ ആഗമനത്തിന്റെ സാധ്യതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് സംബന്ധമായ കാര്യം പറയുന്ന ഘട്ടത്തില് അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യം അഖ്റജ്നാ ലഹും ദാബത്തം മിനൽ അർള്, ഭൂമിയിൽ നിന്ന് അവർക്കായി നാം ഒരു ജന്തുവിനെ പുറപ്പെടുവിക്കും, ഒരു ദാബത്തിനെ പുറപ്പെടുവിക്കും എന്നാണ് പറയുന്നത്. ഈ രണ്ടാമത് പറഞ്ഞ ദാബത്ത് ചിതല് ആണ് എന്നൊരു സൂചന അല്ല ലഭിക്കുന്നത്. അത് ഭൂമിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന എന്ന ഒരു അടിസ്ഥാന ഗുണം അതിനുണ്ടാവും. ഇതാണ്. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ അത്ഭുതകരമായതാണ്. എന്താണ് ചെയ്യുക? തുകല്ലിമുഹും, ജനങ്ങളോട് സംസാരിക്കും. അന്നന്നാസ കാനൂബി ആയാത്തിന ലായൂഖിനൂൻ, ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢബോധ്യമില്ലാത്തവരായിരിക്കുന്നു എന്ന കാര്യമൊക്കെ ഇത് വെളിപ്പെടുത്തും. ഭൂമിയിൽ നിന്നുള്ള ഒരു ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ജന്തു, ഒരു ജീവി, അത് ഏത് വിധത്തിലുള്ളതാണ് എന്നത് നമുക്ക് പറയാൻ കഴിയുകയില്ല. ദജ്ജാലിനെ പോലെ തന്നെ നമുക്ക് അന്ത്യനാളിനോട് അനുബന്ധമായി അന്ത്യനാളിന്റെ ആഗമനത്തിന്റെ ഘട്ടത്തില് ഒക്കെ ഭൂമുഖത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസം. ഇത് ജീവനുള്ള ഒരു ജീവി തന്നെ ആവണമെന്നില്ല. ഈ ദാബത്തുൽ അർള് അല്ലെങ്കിൽ ദാബത്തും മിനൽ അർള് എന്ന നിലക്ക് വിവരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടെക്നോളജിയോ പ്രതിഭാസമോ ഒക്കെ ആവാം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അത് അറിയില്ല. കാലങ്ങൾ കൊണ്ട് വെളിപ്പെടാനിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു ഘട്ടത്തില് ഈ നമ്മുടെ ഈ എർത്ത് റിമൂവർ ഉണ്ടല്ലോ, ഈ ഭൂമി അടിമേൽ മറിക്കാൻ ഉപയോഗിക്കുന്ന JCB പോലെയുള്ള അത്തരം കമ്പനികൾ ഉണ്ടാക്കിയിട്ടുള്ള ഉപകരണം അല്ലെങ്കിൽ ആ വെഹിക്കിള്,
അതിനെയൊക്കെ ദാബത്തുൽ അർള് എന്ന നിലക്ക് ആളുകള് അതായിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമായിരുന്നു. ഭൂമി അടിമേൽ മറിച്ചുകൊണ്ടിരിക്കുന്ന തരം എർത്ത് റിമൂവർ ആയി ആ വണ്ടി, ആ ഉപകരണം. അപ്പൊ ഇത് പക്ഷെ ഇവിടെ പറയുന്നത് തുക്കല്ലിമുഹും എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അവരോട് സംസാരിക്കും, അത് യോജിച്ചു വരുന്നില്ല. ഭൂമിയിലൂടെ അങ്ങനെ അഴിഞ്ഞു നീങ്ങുന്നു എന്നതും ഭൂമി അടിമേൽ മറിക്കുന്നു എന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ജനങ്ങളോട് സംസാരിക്കും എന്ന വിധത്തില് അള്ളാഹുവിന്റെ ആയാത്തുകളിൽ അവർക്ക് ദൃഢബോധ്യമില്ല എന്ന കാര്യം ജനങ്ങളോട് സംസാരിക്കും എന്ന് പറയുന്നത് അതുമായിട്ട് യോജിച്ചു വരാത്തൊരു സംഗതിയാണ്. വേറെ ചിലര് അതിനെ നോക്കി കാണുന്നത് ഇത് ഇപ്പോഴത്തെ ഇന്റർനെറ്റ് ആണ് എന്നതാണ്. സകല സംഗതിയും ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുന്ന സംവിധാനം ഇപ്പോ ഗൂഗിൾ സെർച്ച് പോലെയുള്ള സംഗതികളെ AI സപ്പോർട്ടഡ് ആയിട്ട് ജെമിനി, അതുപോലെ ഈ ചാറ്റ് GPT ഒക്കെ പോലെയുള്ള സംവിധാനങ്ങളിലൂടെ ഇപ്പോ ആർക്കും എന്തും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുന്ന വലിയ സാധ്യതയാണ് തുറന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ പരാമർശിക്കുന്ന ഒരു സംഗതിയാണ് ഇത് എന്ന് ചിലർ അനുമാനിക്കുന്നുണ്ട്. കാരണം അതിലെ ഈ തുക്കല്ലിമുഹും എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഇപ്പൊ AI ഒരാളുടെ വോയിസ് കൊടുത്തു കഴിഞ്ഞാല് ആ വോയിസിൽ എന്ത് കാര്യവും പറയിപ്പിക്കാൻ റോബോട്ടിനെ കൊണ്ട് ഇപ്പോൾ സാധിക്കും. ഒരാളുടെ ഒരു സ്പെസിമെൻ വോയിസ് കൊടുത്താൽ മതി, ആ വോയിസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാങ്കേതിക വിദ്യയിലൂടെ ഈ AI സപ്പോർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ AI സപ്പോർട്ടുള്ള ഈ റോബോട്ടുകൾക്ക് ഒരാളെ പോലെ അയാളുടെ ശബ്ദത്തിൽ എന്തും പറയാൻ കഴിയുന്ന ഒരവസ്ഥ. അപ്പൊ ഇത് കുറച്ചുകൂടി ഈ ടെക്നോളജി വികസിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ചെയ്യുന്ന വിധത്തില് സെർച്ച് ചെയ്ത് ഗൂഗിള് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഒരാള് പറഞ്ഞു തരുന്ന പോലെ അയാള് എഴഞ്ഞിങ്ങനെ നീങ്ങാനും കഴിയുന്ന പോലെ ഒക്കെ ഉണ്ടായിന്നും വരാം. അപ്പൊ ഇത് അന്ത്യനാളിനോട് അടുത്ത ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ഖുർആൻ പരാമർശിക്കുന്നത്. ദാബത്തും മിനൽ അർള്, ഭൂമിയിൽ നിന്ന് രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു എഴഞ്ഞു നീങ്ങുന്ന ഒരു സംഗതി എന്ന നിലക്ക് അതിനെ കാണാം. പക്ഷെ ഇന്നതാണ് എന്നത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോ പറയാൻ പറ്റുകയില്ല. അത് സംഭവിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തി ഒരു തീരുമാനത്തിൽ എത്താം എന്നതേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തില് യഥാർത്ഥത്തില് ഈ ദാബത്തുൽ അർള് എന്ന വിധത്തിലും ദാബത്തും മിനൽ അർള് എന്ന വിധത്തിലും രണ്ട് വ്യത്യസ്ത പ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്. അത് രണ്ടും രണ്ടാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ വടി തിന്നു തീർത്തത് ഈ ചിതൽ ആണെങ്കിൽ, ഒരു പ്രത്യേകതര ഉറുമ്പുകളാണെങ്കിൽ, ഈ ദാബത്തും മിനൽ അർള് എന്ന നിലക്ക് സൂറത്തു നംലിൽ പരാമർശിക്കപ്പെടുന്ന കാര്യം തീർത്തും വ്യത്യസ്തമായ അവസാന കാലത്ത് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം എന്ന നിലക്ക് മാത്രമാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുക. അതിന്റെ വിവരണവും അങ്ങനെ തന്നെയാണ്. വൈദാ വഖഅൽ ഖൗലു, നമ്മുടെ കൽപ്പന ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന വിധത്തിലാണ് അത് തുടങ്ങുന്നത് തന്നെ. അപ്പോ കാര്യം വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.